സ്കോളിയോസിസ് എന്നുള്ള വാക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര സുപരിചിതമായിരിക്കില്ല. പക്ഷേ നട്ടെല്ല് വളവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് കുറച്ചുകൂടെ ക്ലിയറാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന സ്കോളിയോസിസ് എന്ന് പറയുന്നത് ഇഡിയോപ്പതിക് സ്കോളിയോസിസ് ആണ്. കൗമാരക്കാരിൽ കുട്ടികൾ പെട്ടെന്ന് നീളം വെക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ പ്രായമാകുമ്പോൾ പെൺകുട്ടികൾ പെട്ടെന്നൊന്ന് നീളം വെക്കും അല്ലേ. പക്ഷേ ഈ നീളം വെച്ച് പോകുന്ന നട്ടെല്ലിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താനുള്ള ഒരു ബലം ആ സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സിന്, ആ മാംസപേശികൾക്ക് ഇല്ലാതെ വരുമ്പോഴാണ് ഈ നട്ടെല്ലൊന്ന് ചെറുതായിട്ട് വളഞ്ഞു പോകുന്നത്. സ്വാഭാവികമായിട്ടും വെയിറ്റ് ബാലൻസിങ് മൊത്തം മാറി. ഒരു വശത്തേക്ക് കൂടുതൽ ലോഡ് അക്യൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു വശത്തേക്ക് കൂടുതൽ ലോഡ് അക്യൂമുലേറ്റ് ചെയ്ത് ആ വശത്തെ മസിലുകൾ കൂടുതൽ ലോഡ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മാംസപേശികൾ കൂടുതലായിട്ട് ബലപ്പെടാൻ തുടങ്ങും. അതിനോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് വശത്തെ മസിലുകൾ അത്രയും ലോഡ് എടുക്കാത്തത് കൊണ്ട് തന്നെ, മറ്റേ മാംസപേശികളുടെ അത്രയും ലോഡ് എടുക്കാത്തത് കൊണ്ട് തന്നെ അതിന് കൂടുതൽ വീക്ക്നെസ് ഉണ്ടാവുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ആ ബലം കൂടിയ വശത്തേക്ക് നട്ടെല്ല് കൂടുതൽ ഡീവിയേറ്റ് ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. ഇതൊരു ജീവിതശൈലി രോഗം തന്നെയാണ്. കാരണം ഒരു മസിൽസിന് എപ്പോഴും ബലം ഉണ്ടാവുന്നത് ആക്ടിവിറ്റീസ് കൂടുമ്പോഴാണ്. അപ്പോൾ ഇത്തരത്തിൽ ആക്ടിവിറ്റീസ് ഇല്ലാണ്ടാകുന്നു, കളികൾ ഇല്ലാണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മസിൽസിന്റെ ബലം കുറയുന്നു. അതിനുള്ള പരിഹാരം എന്താണ്? ആ മസിൽസിന്റെ ഇക്വിലിബ്രിയത്തിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള പരിഹാരം. മസിൽസിന്റെ ഇക്വിലിബ്രിയത്തിനെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഐസോമെട്രിക് എക്സസൈസുകൾ എന്ന് പറഞ്ഞിട്ട് എക്സസൈസുകളെ പലതായി തിരിച്ചിട്ടുണ്ട്. അതേപോലെ മസിലുകളുടെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കുന്ന, സ്റ്റിഫായിട്ടിരിക്കുന്ന മസിലുകളെ സ്ട്രെച്ച് ചെയ്തെടുക്കുന്ന, അല്ലെങ്കിൽ വളരെ ലാക്സ് ആയിട്ടിരിക്കുന്ന മസിലുകളെ ടൈറ്റൻ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്തെടുക്കുന്ന മസിലുകൾ ആവശ്യത്തിനനുസരിച്ച് മാറ്റി ചെയ്ത് നമുക്ക് ഈ മസിലിൻ്റെ ഇക്വിലിബ്രിയം കറക്റ്റ് ചെയ്ത് ഈ സ്പൈനെ അലൈൻ ചെയ്യുക എന്നുള്ളതാണ് ഈ സ്കോളിയോസിസിനുള്ള ഏറ്റവും പെർമനൻ്റ് ആയിട്ടുള്ള പരിഹാരം.